ശ്രീ ജലീൽ പുനലൂർ, 97% മാർക്കാണ് കൊടുത്തിരിക്കുന്നത് പ്രോഗ്രസ് റിപ്പോർട്ടിൽ. ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുന്നു, ആ വിദ്യാർത്ഥി തന്നെ മാർക്കിടുന്നു. അങ്ങനെയല്ലേ ഇതിനെ കാണാൻ പറ്റൂ? അല്ല, കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ തങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സമഗ്രവും സമൂലവുമായ വികസന പ്രവർത്തനങ്ങൾക്കും രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സുരക്ഷയുടെ സംസ്ഥാനമായി കേരളത്തെ മാറ്റിയതടക്കമുള്ള ഈ നാട്ടിലെ വികസനത്തിന്റെയും സാമൂഹ്യ സുരക്ഷയുടെയും പെരുമഴ പെയ്യിച്ച സർക്കാരാണ് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ടൈറ്റിലിൽ പറയുന്നത് പോലെ ആര് വാഴും ആര് വീഴും എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് തികച്ചും അപ്രസക്തമാണ്. ഒരു 3ാം തുടർഭരണം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ വിമർശകർക്ക് പോലും ഭിന്നാഭിപ്രായം ഉണ്ടാകാത്ത നിലയിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വലിയ ഭൂരിപക്ഷത്തോടുകൂടി 3ാം ഊഴത്തിലേക്ക് കടക്കും എന്നുള്ളതിൽ ഒരു തർക്കമില്ല. കേരളത്തെ പോലുള്ള പ്രബുദ്ധമായ സാക്ഷര സമ്പന്നരായ ഒരു പുതിയ തലമുറയ്ക്കിടയിൽ ഒരു വിസ്മയവും ഉണ്ടാകാൻ പോകുന്നില്ല. ചില സ്വപ്നങ്ങൾ പലർക്കും ഉണ്ടാകാം. കാലാകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. BJP അടക്കമുള്ള പല പാർട്ടികളും തെരഞ്ഞെടുപ്പ് റിസൾട്ടിന്റെ അന്ന് രാവിലെ 10 മണിവരെയും 9 മണിവരെയും വലിയ മഹാസ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കും, വാതോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കും, ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ കേരളം ബിഗ് സീറോ ആയി മാറും. ആ ചരിത്രം BJPയെ സംബന്ധിച്ചും കേരളത്തിൽ ബിഗ് സീറോ ആയിരിക്കും. പക്ഷെ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ട്, ഒരു മുഖ്യധാരാ പ്രതിപക്ഷ പാർട്ടിയായിട്ട് താങ്കൾ ആത്മവിശ്വാസത്തോടെ പറയുമ്പോ ഡീൽ ഉറപ്പാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അല്ല, ഡീൽ ഉറപ്പാണെന്ന് പലരും പറയുന്നുണ്ടല്ലോ. ഇപ്പൊ BJPയും CPM-ഉം ഡീലാണെന്നാണ് ഇവിടെ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ഇന്നും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഡീലിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? എല്ലാ വർഗീയ ശക്തികളെയും തുല്യ അകലത്തിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു മതനിരപേക്ഷ കൂട്ടായ്മയാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറയുന്നത്. ആ ഇടതുപക്ഷ രാജ്യത്തെ BJP ഇതര സഖ്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തെ മതേതര സഖ്യത്തിന് ഒരു മാതൃകയാണ്. ആ നിലയിൽ ഈ തുടർഭരണം രാജ്യത്തിന് മാതൃകയാകാൻ പോവുകയാണ്. ഇത് രാജ്യ ചരിത്രത്തിലെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് തെരഞ്ഞെടുപ്പ് വേദികളിൽ ഞാൻ അടക്കമുള്ളവർ പ്രസംഗിച്ചത് വെറുതെ ആവില്ല. കാരണം രാജ്യത്തിന്റെ ഗതിവിഗതികളെ പോലും നിയന്ത്രിക്കുന്ന തരത്തിൽ ഇടതുപക്ഷം ദേശീയ തലത്തിൽ ഒരു ചാലക ശക്തിയായി ഉയർന്നു വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ഫലം കൊണ്ടുണ്ടാകാൻ പോകുന്നത്. ഇടതുപക്ഷം കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെയാണ് രാജ്യത്തൊരു ചാലക ശക്തിയായിട്ട് മാറുന്നത്? അല്ല, രാജ്യത്ത് BJP അധികാരത്തിൽ വന്നത് BJPയുടെ കഴിവ് കൊണ്ടൊന്നുമല്ല. കേരളത്തിൽ 3ാം തുടർഭരണത്തിന് തുടക്കം കുറിക്കുന്ന ഇടതുപക്ഷത്തെ പോലെ കരുത്തുറ്റ ഒരു സൈന്യത്തിന്റെ ഒരു ഐഡിയോളജിയുടെ ഒരു സംവിധാനത്തിന്റെ അപര്യാപ്തതയിൽ നിന്നാണ് ദേശീയ തലത്തിൽ BJP സംഘടിതമായതും അവർ വോട്ട് നേടിയതും. സമാനമായ ഒരു സംവിധാനം അവിടെ ഉണ്ടായാൽ അത് ഉണ്ടാകണമെന്നുള്ളതിന്റെ മാതൃകയാണ് കേരളം സമ്മാനിക്കാൻ പോകുന്നത്. ഇത് UPക്കും ബാധകമാണ്, ബീഹാറിനും ബാധകമാണ്, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കും ബാധകമാണ്. കേവലം മതവർഗീയതയ്ക്കും മതാന്തതയ്ക്കും മത ചിന്തകൾക്കും അടിമപ്പെടേണ്ടവരല്ല നമ്മൾ ഇന്ത്യക്കാർ. നമുക്ക് വേണ്ടത് ആവശ്യം ജമാഅത്തെ ഇസ്ലാമി, പറഞ്ഞോളൂ. ജമാഅത്തെ ഇസ്ലാമി, PDP ഇവരുമായിട്ടൊക്കെ ആരാണ് ബാക്കിയിരിക്കുന്നത്? നോക്കൂ ജലീൽ പുനലൂർ, ഞങ്ങള് മാർച്ച് 15-ന് പാറശാലയിലാണ് ആദ്യം ജനസഭ സംഘടിപ്പിച്ചത്. മഞ്ചേശ്വരം വരെ പോകാനായിരുന്നു ഞങ്ങളുടെ പരിപാടി. പക്ഷേ മഞ്ചേശ്വരം കുമ്പളയിൽ നിങ്ങളുടെ പോലീസ് അതിന് അനുമതി നിഷേധിച്ചു. അവിടുത്തെ കുമ്പളയിലെ SHO പറഞ്ഞത് കാലുകുത്തി പിടിച്ച് അകത്താക്കുന്നാണ് പറഞ്ഞത്. കാസർഗോഡ് SP ആയിട്ട് സംസാരിച്ചു. വലിയ സംഘർഷത്തിലേക്ക് ജനസഭ നീങ്ങും, കലാശിക്കും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹവും അനുമതി നിഷേധിച്ചു. അപ്പോൾ ഞങ്ങൾ കുമ്പള ഒഴിവാക്കി പിന്നെ തലശ്ശേരിയിൽ സംഘടിപ്പിച്ചു. നിരവധി സ്ഥലങ്ങളിൽ ഞാൻ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ മധ്യ കേരളത്തിൽ, മലബാറിൽ, അതുപോലെ തെക്കൻ കേരളത്തിലൊക്കെ സംഘടിപ്പിച്ചു. പൊതുവിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട്. അതായത് CPM പ്രവർത്തകർ തന്നെ, അടിയുറച്ച CPM പ്രവർത്തകർ
കറകളഞ്ഞ CPM പ്രവർത്തകർ, അല്ലാതെ ഈ അധികാര കേന്ദ്രങ്ങളോട് ഒട്ടി നിൽക്കുന്ന CPM പ്രവർത്തകരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. അവർ തന്നെ വന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഭരണത്തിലുള്ള അമർഷം, ഈ ഭരണത്തിലുള്ള അതൃപ്തി. നോക്കൂ, മലബാറിൽ CPMൻ്റെ കോട്ട എന്നല്ലേ അവകാശപ്പെടുന്നത്. പയ്യന്നൂരിൽ എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയാം. അതുപോലെ തളിപ്പറമ്പിൽ എന്ത് സംഭവിച്ചു എന്ന് താങ്കൾക്ക് അറിയാം. CPMൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് പാർട്ടി വിട്ടത്, അല്ലേ? അതിനുശേഷം അവ UDF പിന്തുണയോടെ സ്വതന്ത്രരായിട്ട് മത്സരരംഗത്ത് അവർ സജീവമാവുകയും ചെയ്തു. അപ്പോൾ പാർട്ടിക്കകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ, അന്തഛിദ്രങ്ങൾ, ഇതെല്ലാം തുറന്നു പറഞ്ഞ് യഥാർത്ഥ പാർട്ടിക്കാർ രംഗത്ത് വരുന്നു. അപ്പോഴാണ് പറയുന്നത്, താങ്കൾ പറയുന്നത് ഇവിടെ 3.0 ആവും എന്ന്, വീണ്ടും പിണറായി സർക്കാർ അധികാരത്തിലെത്തും എന്ന് ആത്മവിശ്വാസത്തോടെ പറയുമ്പോൾ ഇതൊക്കെ അവഗണിക്കാൻ പറ്റുമോ? ഇത്തരം പ്രശ്നങ്ങൾ അവഗണിക്കാൻ പറ്റുമോ? മാത്രമല്ല, വികസനമാണ് ചർച്ച ചെയ്തത്, കേരളം വികസനമാണ് ചർച്ച ചെയ്തത്. കോടിക്കണക്കിന് രൂപയുടെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുന്നു. അതിൽ നിങ്ങൾ അഭിരമിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പ്രോഗ്രസ് കാർഡിൽ പറഞ്ഞത് 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തരാക്കി എന്നാണ്. ശ്രീ ജലീൽ പുനലൂർ എറണാകുളത്ത് ഞങ്ങൾ ജനസഭ നടത്തിയപ്പോൾ അവിടെ ഒരു കുടുംബം വന്നു, പട്ടിണിയിലാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോഴും ഒരു നേരം ഭക്ഷണം കഴിക്കാൻ സാധിക്കാത്തവരുണ്ട്. അപ്പം പിന്നെ ഇത്തരം പൊള്ളയായ അവകാശവാദങ്ങൾ ഇങ്ങനെ വീമ്പിളക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഭരണവിരുദ്ധ വികാരമുണ്ട്. മാത്രമല്ല, CPMൻ്റെ അണികൾക്ക് ഇടയിൽ തന്നെ വലിയ അമർഷമുണ്ട്, കടുത്ത അമർഷമുണ്ട്, പ്രതിഷേധമുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരവസരം സംജാതമാകുമ്പോൾ അവർ രേഖപ്പെടുത്തില്ലേ? നോക്കൂ, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെയൊക്കെ സ്വപ്നവും സങ്കല്പമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം എന്ന ഒന്നില്ല. കാരണം അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മലയാളിക്കും കൃത്യമായി ബോധ്യമുണ്ട്, 4 പതിറ്റാണ്ടായി മുടങ്ങിക്കിടന്ന ദേശീയ പാതയ്ക്ക് പകുതി പണം ഈ സ്ഥലമേറ്റെടുക്കലിന്റെ ഭാഗമായി നഷ്ടപരിഹാരമായി നൽകിയ രാജ്യത്തെ ഏക സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 10-30 വർഷക്കാലമായി തടയപ്പെട്ടു കിടന്ന ഇടമൺ കൊച്ചി പവർ ഹൈവേ 350 കിലോമീറ്റർ സാക്ഷാത്കരിച്ച സർക്കാരാണിത്. നമ്പ്യാർജിയും ഞാനും അടക്കമുള്ളവർ ഉച്ച സമയത്ത് ഈ കൊടും ചൂടിൽ ഫാൻ കറക്കുന്നതും അല്ലെങ്കിൽ പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഇല്ലാതെ നമ്മുടെ ജീവിതം കടന്നു പോകുന്നതുമൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസനത്തിന്റെ കാഴ്ചപ്പാട് കൊണ്ടാണ്. പൊതുവിദ്യാഭ്യാസ മേഖല കേരളത്തിന്റെ അഭിമാനമായി വളർന്നിട്ടുണ്ട്. പൊതുജനാരോഗ്യ മേഖല വളർന്നിട്ടുണ്ട്. പരിമിതികൾ ഉണ്ടാകാം, പോരായ്മകൾ ഉണ്ടാകാം. ഇതിനെ നോക്കിക്കാണുന്ന ഒരു ശരാശരി മലയാളിയുടെ മുമ്പിൽ ആർക്കെങ്കിലും 140 സീറ്റ് മാത്രമേ കേരളത്തിലുള്ളൂ. നിയമസഭാ സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ, ഒരു ഗോവിന്ദനോ അല്ലെങ്കിൽ ഒരു സുധാകരനോ പാർട്ടി മാറിയതിനെ പർവ്വതീകരിച്ചു കൊണ്ടുവന്നാൽ പുതിയ തലമുറയ്ക്കൊന്നും അതിൽ താല്പര്യമില്ല. ഈ ആർക്കെങ്കിലും അങ്ങനെ കുറെ പോരായ്മകൾ പരാതി പറയാൻ ആരെങ്കിലും ഒക്കെ കാണും. അതൊന്നും അല്ല. ജനം നോക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് വികസനമാണ്. ആ വികസനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. സമാധാന ജീവിതം ഇന്ന് ഈ രാജ്യത്ത് സംജാതമായിട്ടുള്ള കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരൊറ്റ മതവർഗീയവാദിയെ, അത് ഭൂരിപക്ഷക്കാരനായാലും ന്യൂനപക്ഷക്കാരനായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട മത തീവ്രവാദികളെയും വർഗീയവാദികളെയും തലപൊക്കാൻ അനുവദിക്കാതെ ഈ നാടിനെ കാത്തു സൂക്ഷിച്ച ഇടതുപക്ഷ സർക്കാരാണ് പ്രോഗ്രസ് റിപ്പോർട്ട്. എന്ത് ചെയ്തു? ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്തു? കേരള പോലീസ് എന്ത് ചെയ്തു? NIA മിടുക്കന്മാരായതുകൊണ്ട് ഇവിടെ രാജ്യദ്രോഹികളൊക്കെ ഇവിടെ വന്ന് രായ്ക്ക് രാമാനം പുലർച്ചയ്ക്ക് പൊക്കി കൊണ്ടുപോയി എന്നല്ലാതെ നിങ്ങളുടെ പോലീസ് എന്താണ് ചെയ്തത്? ഈ ഭീകരവാദികളെ അമർച്ച ചെയ്യാൻ നിങ്ങൾ എന്താ ചെയ്തത്? അല്ല, എല്ലാത്തരം ഭീകരവാദികളെയും അടിച്ചമർത്തിയിട്ടുണ്ട്. ഏത് ഭീകരവാദികളെയാണ് അടിച്ചമർത്തിയത്? കേരള പോലീസ് ഇവരുടെ മടയിൽ കയറി ചെന്ന് അറസ്റ്റ് ചെയ്ത ഏതെങ്കിലും ഒരു ഭീകരവാദിയുടെ പേര് പറയാൻ പറ്റുമോ താങ്കൾക്ക്? പിന്നെ എങ്ങനെയാണ് ഈ ഭീകരവാദത്തെ അമർച്ച ചെയ്തു എന്ന് പറയുന്നത്? എങ്ങനെയാണ് അവകാശപ്പെടുന്നത്? അല്ല, ഭീകരവാദി ഇല്ലാത്ത സ്ഥലത്ത് എങ്ങനെ ഭീകരവാദിയുടെ പേര് പറയും? അപ്പോ നോക്കൂ, ഇപ്പോഴും തീഹാർ ജയിലിലും തൃശ്ശൂരിലെ അതീവ സുരക്ഷാ ജയിലിലും വിയ്യൂരിലെ അതീവ സുരക്ഷാ ജയിലിലും എത്ര തീവ്രവാദികൾ കിടപ്പുണ്ട്. PFI, നിങ്ങൾക്ക് അവരുടെ പേര് പറയാൻ ബുദ്ധിമുട്ടായിരിക്കും, കാരണം വോട്ട് വേണമല്ലോ. പ്രത്യേകിച്ച് ജലീൽ പുനലൂർ പറയില്ല. PFIക്കാർ കിടപ്പുണ്ട് സാർ. നിരോധിത സംഘടനയാണ്. ആരാ നിരോധിച്ചത്? നരേന്ദ്രമോദിയാണ് നിരോധിച്ചത് PFIയെ, അല്ലേ?
പക്ഷെ നിങ്ങൾക്ക് ഈ വർഗീയവാദികളുടെ ഭീകരവാദികളുടെയൊക്കെ വോട്ട് വേണം. അതുകൊണ്ട് നിങ്ങൾ PDP അബ്ദുൽ നാസർ മദനിയുടെ സ്വഭാവത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. PDP നിങ്ങൾക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ രഹസ്യമായിട്ട് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. എനിക്കറിയില്ല SDPI എവിടെയൊക്കെ ചങ്ങാത്തം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. കാരണം കഴിഞ്ഞ ദിവസം അത് പുറത്തു വന്നതാണ്. ശിവൻകുട്ടി ഈ PFIയുടെ നിരോധിത സംഘടനയായ PFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, ഇപ്പോൾ SDPIയുടെ ദേശീയ അധ്യക്ഷനാണെന്ന് മനസ്സിലാക്കുന്നു ഞാൻ. MK ഫൈസിയുമായിട്ട് ഇഫ്താർ ചടങ്ങ് കെട്ടിപ്പിടിക്കുന്ന ഫോട്ടോ ഒക്കെ പുറത്തു വന്നതാണ്, വീഡിയോ ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തരാതരം ഇവരുടെ വോട്ടുകൾ നിങ്ങൾക്ക് വേണം, പക്ഷേ തുറന്നു പറയാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് തീവ്രവാദികളോട് സമരസപ്പെട്ടുകൊണ്ടുള്ളൊരു സമീപനം സ്വീകരിക്കുന്നത്. ക്ഷമിക്കുക. അപ്പോൾ ഭീകരവാദത്തെ അമർച്ച ചെയ്യാൻ ഒന്നും ചെയ്തില്ല ശ്രീ ജലീൽ പുനരൂർ.